നമുക്കിപ്പോൾ ഇതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് സംസാരിക്കാമോ എന്നറിയില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഉചിതമാണോ എന്നറിയില്ല. നമ്മളിവിടെ നമ്മളുടെ സുരക്ഷിതവും സ്വസ്ഥവുമായ ഇടത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മനുഷ്യർ അവിടെ ദുരന്തത്തിൽപ്പെട്ടവരുണ്ട്, ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം കൈവിട്ടുപോയ മനുഷ്യരുണ്ട്, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. ഇവരോടൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ സംസാരിക്കുന്നത് തന്നെ നീതിയാണോ എന്ന ചോദ്യവുമുണ്ട്. എങ്കിൽ പോലും മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലം ഇപ്പോൾ നമുക്ക് പല പേരുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ അമ്പൂരി, പശുക്കടവ്, അതുപോലെ കവളപ്പാറ, അങ്ങനെ പല പേരുകൾ, ഉരുൾപൊട്ടലിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ പല കാലങ്ങളിലായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ശ്രീധർ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലെ ഒരു അതിഭീകരമായ ഒരു ദുരന്തം കേരളം ഇതിനു മുമ്പ് ഒരു പ്രകൃതി ദുരന്തമായി അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് താങ്കൾ പറഞ്ഞൊരു കാര്യത്തിന്റെ പുറത്തൊന്നിച്ചിട്ടായിട്ട് റിഫ്ലക്ട് ചെയ്യട്ടെ. നമ്മൾ അവിടെ ഒരു ദുരന്തം നടന്നു എന്നുള്ളത് ഇപ്പോ യാഥാർത്ഥ്യമാണ്. അതിന്റെ ഒരു ദുരന്ത നിവാരണവും മറ്റ് രക്ഷാപ്രവർത്തനവും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ ഇന്നത്തെ കിടപ്പ്, കേരളം ഇന്ന് അനുഭവിക്കുന്ന പാരിസ്ഥിതിക കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങൾ, ഇനി വരാൻ സാധ്യതയുള്ള അനേകമായിരം ദുരന്തങ്ങൾ. കാരണം ആ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞു നിൽക്കുന്ന ഒരു മഴ വല്ലാതെ നമ്മൾക്ക് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കിട്ടുന്ന മഴയൊക്കെ 2-3 ദിവസം കൊണ്ട് പെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മണ്ണിനും ഒരു ഭൂമിക്കും ഒരു മനുഷ്യനും താങ്ങാൻ പറ്റുന്നതല്ല. അതിന്റെ ഒരു ഫലമാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഇന്നവർ നാളെ നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പോ നമ്മളപ്പോ അവരിൽ നിന്ന് മാറി നിന്നിട്ടല്ല നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത്, പറയുന്നത്. അവരിൽ നിന്നും അവരോടൊപ്പം തന്നെ അവരുടെ ഒരാളായിട്ട് തന്നെ നിന്ന് വേണം നമ്മളിത് കാണാനായിട്ട്. എന്നാലും നമുക്ക് ഈ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. നമുക്ക് ഇത് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി, പതിറ്റാണ്ടുകളായി ഈ മാറ്റം ചെറുതായിട്ടെങ്കിലും നമ്മൾ കാണാൻ തുടങ്ങി. പക്ഷേ 2017 നമുക്കൊരു ഓക്കി വന്നപ്പോൾ 2018 നമുക്കൊരു പ്രളയം, വല്ലാത്തൊരു പ്രളയം വന്നപ്പോൾ അത്രയും വലിയൊരു ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ 100 വർഷം മുമ്പ് എന്നൊക്കെ പറയുന്ന ഒരു പ്രളയത്തെ കുറിച്ച് പറയുമ്പോഴും അടുത്ത കാലത്ത് നമ്മളുടെ ഓർമ്മയിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മളുടെ 2018 വൻ പ്രളയമായിരുന്നു, മഹാപ്രളയം എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് എല്ലാ വർഷവും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരുന്നു. അത് ഉരുൾപൊട്ടലുകൾ നമുക്കുണ്ടായിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡ്സ് നമുക്കുണ്ടായിട്ടുണ്ട്, നമുക്ക് പലയിടങ്ങളിൽ നമുക്ക് ഫ്ലഡിങ് ഉണ്ടായിട്ടുണ്ട്. ഈ വർഷവും നമുക്ക് ഒരുപാട് ഫ്ലഡിങ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഇത് ബാധിക്കപ്പെടും. നമ്മളിപ്പോ ഈ വിഷയത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞതുപോലെ അമ്പൂരിയിൽ ഒരു വൻ ഉരുൾപൊട്ടലാണ്. അപ്പോ നമ്മൾ സെർച്ചൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഏതാണ് കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അമ്പൂരിയാന്ന് പറയും. ഇനി അത് മാറ്റി പറയേണ്ടി വരും. നമുക്ക് ഈ മുണ്ടക്കൈയിലുള്ള ഉരുൾപൊട്ടൽ, ചുരൽമല ഉരുൾപൊട്ടലാണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെടുക. ഇത് കൂടിക്കൊണ്ടിരിക്കുക, ഇത് താഴോട്ടല്ല പോകുന്നത്, കൂടിക്കൊണ്ടിരിക്കുക. ഇത്തരത്തിൽ വൻ രീതിയിൽ മഴ, അതെനിക്ക് തോന്നുന്നത് ജംഷദ് കുറെ കൂടെ നന്നായിട്ട് വിശദീകരിക്കും. പക്ഷെ ഇത്രയും വലിയ മഴ, ഇങ്ങനെ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉള്ള ഒരു പാറ്റേൺ അത് ആ പ്രദേശത്ത് മാത്രമല്ല ഉണ്ട്. കേരളത്തിൽ എല്ലായിടത്തും അതിന്റെ പ്രതിഫലം കാണുന്നുണ്ട്, പല രീതിയിൽ കാണുന്നുണ്ട്. വലിയ ശക്തിയുള്ള, വലിയ വലിപ്പത്തിലുള്ള, പൊക്കത്തിലുള്ള വലിയ ക്യുമുലോനിംബസ് ക്ലൗഡും അത്തരത്തിലൊരു, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിന്റെ ഒരു വിദഗ്ധൻ ഇവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ഇതിന്റെ ക്രൈസിസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് 2017-18 തൊട്ടെങ്കിലും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ 5 വർഷം നമ്മൾ ഇതിനുള്ള പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്, ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തോ ഇല്ലയോ. കരുതൽ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് മാത്രം പറഞ്ഞാൽ പോരാ. എന്ത് ചോദിച്ചാലും കരുതൽ എന്ന് പറയും. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും നമ്മൾ കരുതലാണ്, നമ്മൾ അതിജീവനമാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ അതിജീവനവും കരുതലിനും ഒക്കെ അപ്പുറത്ത് യഥാർത്ഥത്തിൽ ഓൺ ദ ഗ്രൗണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു വാർണിംഗ്, ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന, എവിടെയൊക്കെയാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു റിസ്ക് അസസ്മെന്റ് അത് നടത്തിയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയണം. മാത്രമല്ല എത്ര പേരെയാണ് അത്തരത്തിലുള്ള റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നതെന്നും അവരെയൊക്കെ ഒന്നി താഴോട്ട് വേറെ ഏതെങ്കിലും കുറച്ചുകൂടെ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് ഒഴിപ്പിക്കണം എന്നുള്ളതൊക്കെ തന്നെ സർക്കാരുകളുടെ പല രേഖകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്.
പക്ഷെ അതിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇപ്പോ ഈ വിഷയത്തിൽ തന്നെ വയനാട്ടിലെ ഒരു സംഘടന, ഹ്യൂംസ് സെന്റർ എന്ന് പറഞ്ഞ ഒരു സംഘടന 24 മണിക്കൂറിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള മഴയുടെ കണക്കും അവര് റെയിൻ ഗേജസ് ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. മഴയുടെ കണക്കും അതെന്തുമാത്രം ആ പ്രദേശത്ത് സാച്ചുറേഷൻ ഉണ്ടാക്കിയ ഭൂമിയിൽ മഴ വീണിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്കൊക്കെ വെച്ചിട്ട് അവര് ഒരു പ്രവചനം നടത്തി. ഈ സ്ഥലത്ത് ഉരുൾപൊട്ടൽ വരാനുള്ള സാധ്യതയുണ്ട്, നടപടികൾ എടുക്കണം. അത്ര മാത്രം മതിയായിരുന്നു. അതൊരു ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. പക്ഷെ അത്ര മാത്രം മതിയായിരുന്നു അവിടുന്ന് ആൾക്കാരെ വേണമെങ്കിൽ ഒഴിപ്പിക്കാൻ. ആ മെക്കാനിസം, ആ സംവിധാനം പ്രവർത്തിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദുരന്തം നമുക്കുണ്ടാവുമ്പോഴും നമ്മൾ അതിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ 2018 പഠിച്ചു എന്ന് പറയുന്നു, 19 പഠിച്ചു എന്ന് പറയുന്നു, 20 പഠിച്ചു, 24 വരുമ്പോഴും മരിക്കേണ്ടി വരുന്നു ആൾക്കാർ പഠിക്കാൻ. മരിക്കാതെ, ദുരന്തങ്ങൾ ഉണ്ടാവാതെ, 7000 പേരൊക്കെ ബാധിക്കപ്പെടാതെ, 200-ൽ പരം ആൾക്കാർ മരിക്കാതെ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിഷമവും ഒരു പ്രതീക്ഷയില്ലായ്മയും